ഞാൻ കുറച്ച് പതുക്കെ സംസാരിക്കുള്ളൂ, കാരണം ഞാൻ ഒരു ബുക്ക് ഷോപ്പിനകത്ത് നിൽക്കുകയാണ്. എനിക്ക് ഈ ലൈഫിൽ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആപ്പിൾ പ്രോഡക്ട്സ്, KBFCയുടെ ഫുട്ബോൾ കളികൾ, എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ ഫ്രണ്ട്സ്, ഫുഡ്, ചീട്ട്, ഇതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതാണ് അനിമെ മാങ്ക. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകം പറയുന്ന, എല്ലാവരും ഇല്ല എന്നാലും മെജോറിറ്റി ഓഫ് ആൾക്കാർ പറയുന്ന വൺ പീസിന്റെ ഒട്ടുക്കത്തെ ഫാനാണ്. അപ്പൊ എന്റെ അതേ പാതയിലേക്ക് എന്റെ ഉറ്റ ചങ്കായ ശാസ്ത്രീയനെ ഞാനൊന്ന് തിരിച്ചു വിട്ടായിരുന്നു ഈ ഇടയ്ക്ക്. അവൻ അനിമെ കണ്ടു തുടങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് അവൻ വിളിച്ചപ്പോഴത്തേക്ക് അവൻ എന്നോട് തുടങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് അനിമയുടെ പാതിയിലെത്തിയെന്നും അവൻ അതിന്റെ ഫാനായെന്നും. ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് എന്ത് കേട്ടാലും കിട്ടില്ല. കാരണം എന്റെ ഉറ്റ ചങ്ക്, എന്റെ ഏറ്റവും ഫേവറേറ്റ് അനിമെ അവനും ഇഷ്ടമായി. എനിക്കൊന്നും ഇപ്പൊ അവന്റെ ഗേൾഫ്രണ്ടിനെക്കാട്ടും കൂടുതൽ അവൻ്റെ അടുത്ത് സംസാരിക്കണം ഞാനാണ്. അത് എന്തിനെ കുറിച്ചാണ്? അനിമെ ഏതുവരെ എത്തി, അളിയോ ആ ആർക്കിൽ എന്ത് സംഭവിച്ചു. അപ്പം ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആർക്ക് മറൈൻ ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് എന്തായാലും അവ ഇതിനകത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഒരു ഗിഫ്റ്റ്, ഇത്രയും സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷം കേസ് അവനോട് ഇതിനകത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിന് ഏറ്റവും ഫേവറേറ്റ് ആർക്ക് അവന് മാങ്ക ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇതാണ് വോളിയം കേട്ടോ, ഒരു 4-5 വോളിയം അടങ്ങുന്നതാണ് ഒരു ആർക്ക്. പക്ഷെ ഞാൻ വന്ന് ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ 56, 57, 59 അതാണ് മറൈൻ ഫോർഡ് ആർക്കിന്റെ വോളിയംസ് ഇവിടെ ഇല്ല. അങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അവനൊരു ഫുൾ സെറ്റ് വാങ്ങിക്കൊണ്ട് കൊടുത്തുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 മാങ്കയുടെ ഒരു പാക്ക്. ഇത് എനിക്ക് ഏകദേശം ഇത് 14,000 വരും. പക്ഷെ ഇത് കിടുക്കാച്ചി സാധനമാണ്. ആസ് എ മാങ്ക അനിമെ ഫാൻ ഇതെങ്ങാനും എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് വന്നാൽ എനിക്ക് പ്രാന്തം, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തുകൊണ്ട് അവന് വാങ്ങിച്ചുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്തുകൂടാ, ഈ ഫുൾ സെറ്റ് അവന് കൊടുക്കാൻ കേസ്. ഓക്കെ, ഞാൻ ഇത് മേടിച്ചിട്ട് ഇവിടെ നിറങ്ങട്ടെ. പിന്നെ അതിന്റെ കൂടെ ഞാൻ ഒരു പുതിയ ചലഞ്ച് എടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് കേസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ബുക്ക് ഞാൻ എടുത്ത്, ഡു എപ്പിക് ഷിറ്റും ആറ്റിറ്റ്യൂഡും. ഇതിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം സാധനം. ഇത് പിന്നെ എന്റെ എഡിറ്റർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു. അവൻ ഇത് ഇഷ്ടപ്പെട്ടു. അവൻ ആദ്യമായിട്ട് വായിക്കാൻ ഒരു ബുക്ക് വേണമെന്ന് വെച്ചപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ബുക്ക് വായിക്കണമെങ്കിൽ ഇത് സജസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ബുക്കായിട്ട് ഇത് ചൂസ് ചെയ്തോ. കിടിലം ബുക്കാണ്. ഷോപ്പിൽ ഇറങ്ങാം. എടാ അഖിലേഷ്, ഇത് നോക്കടാ, ഷാസിന് ഗിഫ്റ്റ് എടുക്കാൻ ഒരു സാധനം വാങ്ങിച്ചു. അല്ല, ഇത് അവന്റെ ഫേവറേറ്റ് ആർക്ക് പറഞ്ഞത് ഈ വോളിയത്തിനകത്താണ്ടാ. വണ്ടി കയറി, നീ വണ്ടി കയറി. ആ, ഞാൻ വണ്ടി കയറാം. ഓക്കെ, ഇത് നമുക്ക് ഷാസിന് പോവാം, എന്നിട്ട് സർപ്രൈസ് കൊടുക്കാം. ഷാസിന് അങ്ങോട്ട് പോവാം, എന്നിട്ട് സർപ്രൈസ് കൊടുക്കാം. ആരാ നോക്കുന്നു? ഞാൻ തന്നെ. നോക്കടാ, പുതിയ ഹെയർ സ്റ്റൈല്. ആരൊക്കെ ഉണ്ട്? മത്സ്യച്ച് പറഞ്ഞ് എന്നെ പുഴുങ്ങി വെച്ച ആന മുട്ട കണക്കുണ്ടോ? പിണ്ടോന്നാണോ അയ്യേ, ഒരു വ്യത്യാസം വന്നല്ലേ. എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കുറച്ച് റൗഡി മാനായി. എടാ ഇതെന്തോടാ ഇത്? ഗൈസ് ഇത് നോക്ക് ഗൈസ്, ഇത് ആരെ ഫോണെന്ന് നോക്ക് ഗൈസ്. അളിയാ സെറ്റായല്ലേ? ഇത് ലെവല് സാധനമല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എന്റെ ഫേവറേറ്റ് ആർക്ക് ഏതാ? മറൈൻ ഫോർഡ്. സത്യം പറഞ്ഞ സബോഡി ആർക്ക്, മറൈൻ ഫോർഡ്, ഇമ്പൽ ഡൗൺ. ഈ ശരിക്കും വൺ പീസ് ഒരു ലെവലിൽ എത്തണമെങ്കിൽ എലിസ് ലോബി എങ്കിലും മിനിമം ആവണം. അതിന് ശേഷമാണ് ഈ സാധനം തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് അവിടെ വരെ എത്താനാണ് നിങ്ങൾ കഷ്ടപ്പെടാൻ പോണം. എനിക്ക് അത് തന്നെയായിരുന്നു. ആദ്യത്തെ ഒരു 100 എപ്പിസോഡൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ലൈക്ക് നമ്മുടെ മറ്റേ അർലോങ്ങും ഒക്കെ വരുന്നപ്പോഴൊക്കെ കൊള്ളാം. ഇത് നേരെ ലെവലിൽ എത്തുന്നത് എലിസ് ലോബി തൊട്ട്. ഇവനെ ഓരോ ആർക്കെയും ഞാൻ നിങ്ങൾ എൻഡ് ഗെയിം കണ്ടിട്ടുണ്ടെങ്കിലോ, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എവിടെ ഇൻസ്പയർ ചെയ്തത് നമുക്ക് മനസ്സിലാവും. മറൈൻ ഫോർഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. കാരണം അമ്മാതിരി ലെവല് സാധനമാണ്. മറ്റേ സബോഡി ആർക്ക് ഇൻഫിനിറ്റി ഹോർ ആണ്. ഞാൻ ചുമ്മാ പറയണല്ലേ, അത് നമ്മളെ വാ ഇങ്ങനെ പറഞ്ഞ് തുറന്നിരിക്കണ ഒരു ആർക്കാണ് സംഭവം. വന്നാണ്ട എന്തായാലും കൊള്ളാം, ഒന്ന് ലുക്ക് ആയിട്ടുണ്ട്. അളിയോ ത്രില്ലർ മാർക്ക് മുതൽ ന്യൂ വേൾഡ് വരാ. എടാ ഞാൻ ആദ്യം നിനക്ക് മറൈൻ ഫോർഡ് ആർക്ക് വാങ്ങിക്കാനാണ് പോയത്. പക്ഷെ അതുണ്ടാ, അത് മാത്രമായിട്ട് ആരൊക്കെ പറക്കിക്കൊണ്ട് പോക്കളന്നടാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫുൾ സെറ്റ് ഇരിക്കുന്നു. ന്യൂ വേൾഡ് വരാ, എത്തണ വരാ. ഞാൻ പോലും ഇതുവരെ വൺ പീസ് വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഫുൾ സെറ്റ് ആയിട്ട് വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് നീ ഇന്ന് മറ്റേ മറൈൻ ഫോർഡിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് തോന്നുന്നു നിനക്ക് ഇത് വേണം. ഇത് ഒരു വൺ പീസ് ഫാനിന്റെ ഫീലിംഗ് മനസ്സിലാവും. അത് ഇത് പണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ല. ഇല്ല, ഇതിന് ഇത് വലിയ വിലയുണ്ടടാ. അത് ഞാൻ ഇത് മേടിക്കായിരുന്നേ. നമ്മുടെ മറൈൻ ഫോർഡ് മൊത്തം വാങ്ങിക്കാൻ
ഇഷ്ടപ്പെട്ടാടാ? ഇതിന് ഞാൻ പകരം വീട്ടു. പകരം വീട്ടാരാ? സനിബ്രോ ഞെട്ട് കേട്ടോ നീ കേറും. സനി വൺ പീസ് ഫുൾ സെറ്റ്. കാറല്ല ഇത്, ത്രില്ലർ പാർക്ക് മുതൽ ന്യൂ വേൾഡ് വരെ ഉണ്ട്. ന്യൂ വേൾഡ് വരെ എന്ന് പറയുമ്പോൾ ന്യൂ വേൾഡ് വരെ അവർ എത്തണത് വരെ. ഇത് മറ്റേതുണ്ട് എന്തായാലും. മറൈൻ ഫോർട്ട് ഉണ്ട്, അത് മതി. സബോഡി ആർക്കിപ്പെലഗോ ഉണ്ട്, മറൈൻ ഫോർട്ട്, ഇംപെൽ ഡൗൺ, അവിടെ അവള് ഹാൻകോക്ക് ഉള്ള ആമസോണിലില്ലേ ആമസോൺ. ബോ ഹാൻകോക്ക് അടുത്ത ക്യാരക്ടർ. ഞാൻ കാര്യം പറയാം കേട്ടോ, ഇതില് മെയിൻ എവനാണെങ്കിലും ഓരോരുത്തമുണ്ട്. ഷാങ്സ് ലൈഫില്, അതായത് ഈ വൺ പീസിൽ തന്നെ അവൻ ആകെ ഒരു 20 മിനിറ്റ്, 492 എപ്പിസോഡ്. ഞാൻ ഇപ്പൊ കണ്ടേ. ഈ 492 ആകെ ഉള്ളത് 20 മിനിറ്റ് ആണ്. ആ 20 മിനിറ്റിൽ എന്താണ് ഇപ്പോഴും ഞാൻ ചോദിച്ചാണ്, ഇടേ അവന്റെ ഒരു പടം ഇറക്കട്ടെ, അവന്റെ ഒരു കഥ ഇറക്കട്ടെ. ഞാൻ ഇതിന്റെ പേര് പറഞ്ഞ് പ്രാന്തെടുത്ത കുറ്റം പറയാൻ പറ്റൂടാ? ഒരിക്കലും. ഞാൻ എന്റെ ഏറ്റവും വലിയ വിഷമം, ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്ന എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ വൺ പീസ് എല്ലാരും കാണുന്നില്ലല്ലോ. സത്യം ഗൈസ്, നമ്മുടെ ലൈഫ് ടൈം അനിമേ എന്നുള്ള കാർട്ടൂൺ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നതുകൊണ്ട് ഇത്രയും വലിയൊരു ഗംഭീര സ്റ്റോറിയാണ് നിങ്ങൾ മിസ് ചെയ്യണം. അയ്യോ, ഇനി അത് കാർട്ടൂണായിട്ട് കാണുകയാണെങ്കിൽ മാങ്ക വായിച്ചാലും മതി, സെറ്റ് സാധനമാണ്. എടാ പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നിനക്ക് അനിമേ കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെടും മാങ്ക വായിക്കാൻ. എനിക്ക് ഞാനത് വായിക്കാൻ വേണ്ടി ഇരിക്കരുത്, കാരണം ലെവല് സാധനം. നന്ദിയുണ്ട്, നന്ദി. ഗൈസ് വൺ പീസ് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ആരെങ്കിലും കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ കാണൂ പ്ലീസ്. സത്യം, അത് അറ്റ്ലീസ്റ്റ് പിള്ളേരെങ്കിലും കാണണേ. അതായത് മാർവലിന്റെ സിനിമാറ്റിക് വേൾഡ് ഇഷ്ടമാണെങ്കിൽ ഇവിടെ ഇത് വേറെ ലെവലാണ്. ഞാനത് ചുമ്മാ, ഞാൻ എന്റെ ഇത്രയും നാള് നരൂത്തോ ഫാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ, ബട്ട് അത് ഞാൻ ഇവനെ ചോദിക്കാം, ഇത് പകുതിയായിട്ടേ ഉള്ളൂ. പകുതിയിൽ ഈ സാധനം കൊണ്ട് നിർത്തുന്നത് എങ്ങനെയാണെന്ന് അതൊരു ലെവല് സാധനമാണ് ഗൈസ്. കാരണം ഇപ്പം 1070 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് 85% കഥ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 15% കൂടെ കംപ്ലീറ്റ് ആവും. എങ്ങനെ പോലെ 5 വർഷം കൂടെ എടുക്കും മിനിമം. ഇനിയുള്ളത് ഈ ന്യൂ വേൾഡ് ആണ്. അതെ, 26 വർഷമായിട്ട് ഉണ്ട്. ഇനി 5 വർഷം കൂടെ എടുക്കും ഇത് കംപ്ലീറ്റ് ആവാൻ. അതുവരെ ഇതിന്റെ റൈറ്ററായ ഓടയ്ക്ക് എല്ലാവിധ ആയുര ആരോഗ്യങ്ങൾ കൊടുക്കണേ പടത്തപുരാനെ. അയാൾക്ക് ഒരു അസുഖവും വരില്ലേ? എനിക്കൊന്നും മനസ്സിലായി. വേറെ വിറ്ററിയോ, സനി ലൂഫിയുടെ വാൾപേപ്പർ ഒക്കെ എടുക്കണം. രസമുണ്ടല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. സനി വാൾപേപ്പർ ഇടുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര രസമാണ്. സനി ലൂഫി അല്ല, ഈ നരൂത്തോയും സനി കാണാറില്ല. നറൂട്ടോ കണ്ടിട്ടില്ലേ? ഞാൻ എന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നിടത്തൊക്കെ ഞാൻ പറയും വൺ പീസ് കാണും, ഞാൻ വേറെ എല്ലാ അനിമേ നിർത്തിയിട്ട് ഇപ്പൊ ഇതിലാണ് ഫോക്കസ് ചെയ്തത്. അയ്യോ, ഞാൻ ഇവ എപ്പോഴും ഈ പ്രാന്താണെങ്കിൽ ഞാൻ ഇങ്ങനെ പോകും, ഞാൻ നരൂത്തോരെ സൈഡിൽ പോലും വെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തു. നരൂത്തോ ഫാൻസ് എന്നെ ഒന്ന് തളക്കി വിളിച്ചോളൂ. വൺ പീസ് ഒരു രണ്ട് ഡിഫറെന്റ് ആണ്. അതിന് ഞാൻ ഒന്നും പറയാം, വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു സേ, ബട്ട് ദ തിങ് ഈസ് ദിസ് ഇസ് വെരി ലൈറ്റ് ഹാർട്ടഡ്. ഭയങ്കര ഫണ്ണുമാണ്. ഇന്ന് അതേ സമയത്ത് ഇറ്റ് ടോക്സ് ഇമോഷണലി നമ്മള് ഒരു ഷിപ്പിനെയൊക്കെ. സത്യം, അത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മളത് നിങ്ങൾ അത്ര ആലോചിച്ചത്, ഞാൻ സ്പോയിലർ ആണ് എന്നാലും പറയാം. ഒരു ഷിപ്പിനെ ഓർത്ത് നിങ്ങൾ കരയും. അതൊക്കെ എങ്ങനെ സത്യം അങ്ങനെയാണ് ഗൈസ്. എടാ ഞാൻ പണ്ട് 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലങ്ങാണ്ട് പഠിച്ചപ്പോഴത്തേക്ക് തബല ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ശനി ഞായർ കാർട്ടൂൺ നെറ്റ്വർക്ക് പറഞ്ഞ ഇത് കാണാനായിട്ടിരിക്കുവായിരുന്നു. ശനി ഞായറും അത് അർലോങ് പാർക്ക് വരെ കാണിച്ചിട്ടുള്ളൂ. അപ്പം അന്ന് എനിക്ക് ഭയങ്കര വേവായിരുന്നു. പിന്നെ ഇന്റർനെറ്റ് ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒട്ടക്കിരുന്ന് കാണുമായിരുന്നു ഒരു 8ാം ക്ലാസ് ആയ സമയത്ത്. പിന്നെ ഇതുവരെ നിർത്തിയിട്ടില്ല ഗൈസ്. ഞാൻ വീക്ക്ലി വ്യൂവർ ആണ്, വീക്ക്ലി റീഡറുമാണ്. ഞാൻ ഉടനെ തന്നെ അവിടെ എത്തും ഈ പോകാണെങ്കിൽ. പക്ഷെ ഞാൻ ഇതൊന്ന് ഇനി കുറച്ച് നാളൊന്ന് ചവിട്ടും. ബിക്കോസ് ഞാൻ പറയാം, ഒരു കറക്റ്റാണ് റീസെറ്റ് ബട്ടണിൽ വന്ന് നിൽക്കുക. ഇനി നമുക്ക് പതുക്കെ കണ്ടുപിടാം. ബിക്കോസ് ഇനിയുള്ളത് കുറച്ച് വേറെ സാധനങ്ങളാണ്. അത് പതുക്കെ കണ്ടാൽ ഹാഫ് ടൈം ആയി എന്തായാലും. ഹാഫ് ടൈം ഈ വ്ളോഗ് കാണുന്ന മിക്കവാറും 90% ആൾക്കാർക്ക് ഇതിന് പറയണ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ എന്റെ ഏറ്റവും വലിയ വിഷമം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇത് എല്ലാവരും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. ബിക്കോസ് ഇത്രയും ഗംഭീര ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷൻ ആണെങ്കിലും സ്റ്റോറി വൈസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു ലിറ്റററി മാർവൽ, ഒരു മാസ്റ്റർ പീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ചോദ്യങ്ങൾ ആണ് അത് നിങ്ങളിത് ഈ സീരീസ് ഫിനിഷ് ആയി കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ത്രില്ല് കിട്ടത്തില്ല. കാരണം ഇപ്പോഴും അൺസോൾവ് ആവാത്ത ഒരുപാട് മിസ്റ്ററീസ് ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര രസമാണ്. ചെന്ന് കാണുക, കോൺവെർസേഷൻ ഫുൾ ടൈം നമ്മൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പോകണം. ഇന്നലെ എവിടെ കാറി ഇരുത്തിയിട്ട് ശരി എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കും. എന്റെ പൊന്നെ എന്ത് വിഷമോരെന്നറിയോ, ഷാസ് എനിക്ക് സംസാരിക്കാണ്ട് പറ്റുള്ളെന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് നിക്ക്, ഞാൻ ഒരു 1/2 മണിക്കൂർ വിളിക്കട്ടെന്ന് പറഞ്ഞ് ബഡും വെച്ചിട്ട് പുറത്തേക്ക് പോയാൽ കിട്ടിയില്ലെന്ന് പറഞ്ഞ് എന്ത് വിഷമമായിരുന്നു എനിക്ക്. ശാസ്ത്രം കിട്ടിയില്ല, വൺ പീസ് പറയാണ്ട് എനിക്ക് സമാധാനം ഇല്ല. ഇന്ന് വിളിച്ച് ഇവരൊന്നിക്കണം സുഹൃത്തുക്കളെ, ഇവരൊന്നിക്കണം.
ഷൂട്ട് നടന്നോണ്ടിരിക്കുകയായിരുന്നേ, അതിന്റെ ഇടയില് ഞാൻ ഇതും പറഞ്ഞിട്ട് പുറത്തേടി. ഇതുകൊണ്ടാണ് അഖിലേഷ് ഇല്ലേടാ. ഒരു അരമണിക്കൂർ അപ്പുറത്ത് ഷൂട്ട് നടന്നോണ്ടിരിക്കുക. കൊളാബിന്റെ ഇടയിൽ അരമണിക്കൂർ സംസാരിച്ചു. കാരണം അത്രയ്ക്ക് പ്രാന്താണ് കേസ്. എടി നിനക്ക് അതിൽ ഇപ്പൊ കാണിച്ചു വിടുற സാധനം ഫുൾ ബുക്ക് വരുന്ന സാധനല്ലേ, ക്രോസ് ബോർഡിലുണ്ട്. ഓ എന്റെ പൊന്നോ. നീ എന്തിനു വന്നത്? ഞാൻ നിന്റെ ഫോൺ എടുക്കാൻ വന്നത്. 14 Pro Max ഗൈസ്. ഇനി ഈ ഫോണ് ശരണ്യ മോളിൽ ഷൂട്ട് ചെയ്യാൻ പോകണം. അവർക്ക് ഞാൻ കൊടുത്തു വിടാൻ പോവാണ്. ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞ് വരാം ഗൈസ്. നമ്മൾ കഴിച്ചിട്ടിറങ്ങി. ഞാൻ നിങ്ങൾക്ക് ഒരു ജോൺ ഹോനായിനെ കാണിച്ചു തരാം. ഇത് 50 മില്യൺ തൊട്ട് മലപ്പുറം കത്തി വരും. അത് പവനായി. എടാ മറ്റേ ജോൺ ഹോനായി അമ്മച്ചി. ജോണാണ് ഞാൻ. ഗൈസ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒട്ടുക്കത്തെ ഹാപ്പി ആയില്ലടാ. വൺ പീസ് ആർമി ഗൈസ്, വൺ പീസ് ആർമി. എന്തായാലും ഷരു വന്നിട്ട് എന്റെ 15 Pro Max കൊണ്ട് അവക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അവൾ എടുക്കാൻ പോലെ. അപ്പം അവൾ വീഡിയോ എടുക്കാനായിട്ട് ഫോറം മോളിൽ പോയേക്കാണ്. അപ്പൊ നമുക്ക് ഒന്ന് ഫോറം മോളിൽ പോയി അവളുടെ ഒന്ന് ഫോണും വാങ്ങിച്ചിട്ട് നേരെ ഇനി നമ്മൾ അങ്ങോട്ട് പോടാ. ഞങ്ങള് അങ്ങോട്ട് പോയിട്ട് നാട്ടിലോട്ട്. ഇങ്ങനെയൊക്കെയുള്ള സമയത്തേടാ വണ്ടി ഇടിച്ചാലാണ് വീഡിയോ കിട്ടണത്. ഗൈസ് നമ്മള് ഫോറം മോളില് പോവാണ്. ശരു അകത്തുണ്ട് ഗൈസ്. അവളുടെ പോയി ഫോൺ മേടിക്കട്ടെ. ഹായ് പുഴ ഗൈസ്. ഇവിടെ ഫുൾ അഴുക്ക വെള്ളം ഗൈസ്. അത്യാവശ്യം വലിപ്പമുള്ള മോള് തന്നെ കേട്ടോ. നല്ല ഏരിയ ഉണ്ട്. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രം ലുലുവിന്റെ അത്ര ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതിന്റെ അകത്ത് എവിടെ ഉണ്ടെന്നാണ് ഊള പറഞ്ഞത്. ഊള കാണാനില്ല. ഷോപ്പിംഗ് സ്പ്രീ കഴിഞ്ഞ് നടന്നു വരുന്ന ഊള കണ്ടടി. കണ്ട് ഇത് മേടിച്ചതാണ് ഇപ്പൊ. അല്ല ഇതിന് കേസൊക്കെ ഇപ്പൊ വന്നടി. നീ മേടിച്ചിട്ടാ? അതെന്തിന്? കേസ് അവളെന്റെ ഫോണിന് കേസ് മേടിച്ചു. താഴെ ഇടത് മേടിച്ചിട്ടല്ലേ എടി. എടി ഊളെ. ഞാനാ കേസ്. ഞാനാ. ഓക്കെ അവളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അഖിലേഷ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. വന്നേടാ അവിടെ എടാ അത് നോക്കിയടാ. ബ്രാ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് റീൽ എടുക്കണം. എന്തരടാ ഇവിടെ? എന്തരടാ നീ എടുത്തോണ്ടിരിക്കണ? ആ പർപ്പിൾ കളർ ബ്രായുടെ റേറ്റ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണമെങ്കിൽ ആ വില ഞാൻ നിനക്ക് തരും. അപ്പൊ വില നോക്ക്. പർപ്പിൾ ഏതാ? ഇതാണ് പർപ്പിൾ. അയ്യോടാ 99 രൂപയ്ക്ക് നിനക്ക് മിസ്സായല്ലോടാ. എടാ നീ ഒരു ബ്രായുടെ വില കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണമെങ്കിൽ ആ പൈസ നിനക്ക് തരും. നല്ല ബ്രാൻഡാണ് ട്രയംഫ് ഒക്കെ. ആണല്ലേ? അനിബ്രോയ്ക്ക് എങ്ങനെ അറിയാം? വേണ്ട അതിന്റെ വില വാ ഒന്ന് നോക്കി. ബ്രാക്കൊക്കെ എന്താ ഗസ് വില? അഖിലേഷ് ഇതിന്റെ വില ഗസ് ചെയ്യും. എത്ര? 720. ചില്ലറ പൈസക്ക് ഒന്നും കിട്ടുന്നില്ല കേട്ടാ. ആ എടാ ഇത് ഏതിന്റെ എടാ? ബോസിന്റെ അല്ലേ? ഇത് കേക്കാം. നോർമൽ നീ എന്തിനാ അവൻ അടിച്ചു കൊടുത്തത്? ചുമ്മാ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, കാർത്തിക് സൂര്യ അങ്ങനെ ബോസിന്റെ ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണ്. ഭയങ്കര എന്തോ കൊണയാണെന്ന് നോക്കാം. നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓ കേൾക്കാൻ പറ്റും. എനിക്ക് കേൾക്കാം. എനിക്കും വേണം കൈസ്, എനിക്കും വേണം കൈസ്. ഞാൻ നാളെ പോയി വാങ്ങാൻ പോകുന്നു. ഇപ്പൊ കേൾക്കാമല്ലോ. നമ്മള് എല്ലാം അണഞ്ഞല്ലേ? അണഞ്ഞു പോയടാ. സൗണ്ട് മൊത്തത്തിൽ അണഞ്ഞു പോയി ഗൈസ്. മോളിലാണ്. പൊളി സാധനം. എത്ര? 25 രൂപ. ഇത് ഐഫോണിന് കോമ്പാറ്റബിൾ ആണ്. എന്തുകൊണ്ട് അതിന്റെ എല്ലാ ഫംഗ്ഷനാലിറ്റി ഇതിനകത്ത് കിട്ടത്തില്ല. പക്ഷെ നോയിസ് ക്യാൻസലേഷൻ, ഗസ്റ്ററും കാര്യം സാധനങ്ങളും ഒക്കെ അതൊന്നും ഇതിനകത്ത് കാണത്തില്ലല്ലോ. സിറി ഉണ്ടോ? അല്ല 25,000 രൂപ എടുക്കാം. ഒരു പാട്ടിട്ട് വന്നേടാ. അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇത് ഇവരുടെ ആപ്പിനകത്ത് പോയി ചെയ്യണം അല്ലേടാ? അയ്യോ കേസ് അത് നമുക്കിപ്പോ നമ്മുടെ ഷോർട്ട് കട്ട്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല.
കേൾക്കുന്ന പാട്ടുണ്ടല്ലോ യൂഷ്വലി വേറെ സാധനമാണെങ്കിൽ നമുക്ക് നീ കേൾക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ബ്ലീഡ് ഇല്ല. കൊള്ളാം, അടിപൊളി സാധനം കേസ്. കാരണം ഞാൻ മേടിക്കുവാ. കുറിപ്പേ നിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞാ? ഓക്കെ പോട്ടെ ഞങ്ങള്. ലേശം ടാറ്റ. ഓ ടാറ്റ ഷാസു. ബൈ 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 ബൈ. അപ്പൊ പിന്നെ കാണാം. അടിപൊളിയാ. ഓക്കെ ഇനി ഞാൻ വീട്ടിൽ എത്തിയിട്ട് വരാം. ഗൈസ് 5 മണിയായപ്പോ ഞാൻ എന്റെ സ്വന്തം വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. എന്റെ കണ്ണുകൾ നിങ്ങൾ ക്ഷീണം കാണുന്നുണ്ടോ? അപ്പൊ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. ഭയങ്കര ക്ഷീണമായിപ്പോയി. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ക്രിയേറ്റിവിറ്റി വർക്കാണല്ലോ ഒന്ന് മിണ്ടാനായിട്ട്. ഓക്കെ അപ്പൊ എന്തായാലും ലവ് യു ഗൈസ്. അപ്പൊ ഏതായാലും ഗൈസ് ഓണ പോസ്റ്റർ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ ബൈ. ഇതോ ചടിക്കണം ചത്തും അതോ ചടിക്കരുത്. ലോക്ക് തുറക്കും. അതൊക്കെ നാളെ പോക്കോളാം.